ആസ്ട്രോ ഹീലിംഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്ന ആ ഒരു ദുഃഖം, അത് എപ്പോൾ നിങ്ങളെ വിട്ടുപോകും, എത്ര നാൾ ആ ഒരു ദുഃഖം നിങ്ങളിൽ തുടരും എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ 2 ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആകർഷണം തോന്നുന്ന ആ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനു മുൻപായിട്ട് നിങ്ങൾ ഒരു നിമിഷം നിങ്ങളുടെ ഇഷ്ട ദൈവത്തോട് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആകർഷണം തോന്നുന്ന ആ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ നിങ്ങൾ ചിത്രം തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ മനസ്സിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയാത്ത ഒരുപാട് ദുഃഖങ്ങള് നിങ്ങൾക്കുള്ളതായി കാണുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോടുള്ള നിങ്ങളുടെ പെരുമാറ്റത്തില് മുൻപുണ്ടായിരുന്നപ്പോഴുണ്ടായിരുന്ന ആ ഒരു സന്തോഷമോ അല്ലെങ്കിൽ ഉത്സാഹമോ ഒന്നും തന്നെ ഇപ്പോഴ് കാണാറില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ നിങ്ങളെക്കുറിച്ച് പറയാനുള്ള കുറച്ച് സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ആരുടെയെങ്കിലും ഒക്കെ വിഷമമോ അല്ലെങ്കിൽ സങ്കടമോ ഒക്കെ കേട്ടാല് പെട്ടെന്ന് മനസ്സലിവുണ്ടാകുന്ന കൂട്ടത്തിലുള്ള ആളുകളാണ് നിങ്ങളെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ പലരെയും നിങ്ങൾ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് തിരിച്ച് ഒരു നന്ദി വാക്കോ അല്ലെങ്കിൽ സഹായമോ ഒന്നും തന്നെ തിരികെ ലഭിച്ചിട്ടില്ല. നിങ്ങളിൽ ചിലരുടെ ചെറുപ്പകാലം എന്ന് പറയുന്നത് അത്ര നല്ലതായിരുന്നില്ല. അതുപോലെ വിഷമതകളെയൊക്കെ ഉള്ളിലൊതുക്കി സന്തോഷം മാത്രം മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നവരാണ് നിങ്ങളിൽ പലരും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ വിചാരം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതം എപ്പോഴും സന്തോഷവും സമാധാനവും ഉള്ളതാണ് എന്നാണ്. യഥാർത്ഥത്തില് നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. അത് മറ്റുള്ളവരെ അറിയിക്കാനും നിങ്ങൾക്ക് വലിയ താല്പര്യവുമില്ല. ഇനി നിങ്ങളുടെ ഫലം എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ച ആ ഒരു ദുഃഖം എന്ന് പറയുന്നത് അത് നിങ്ങളെ വിട്ടു പോവുക തന്നെ ചെയ്യും. പക്ഷെ എന്നാൽ കുറച്ച് സമയം എടുക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതായത് വളരെ പെട്ടെന്ന് ആ ഒരു ദുഃഖം നിങ്ങളിൽ നിന്നും വിട്ടുപോകില്ല. പക്ഷെ പതിയെ പതിയെ ആ ഒരു ദുഃഖം നിങ്ങളിൽ നിന്നും ഇല്ലാതാകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ആ ഒരു ഊർജ്ജസ്വലതയും അതുപോലെ സന്തോഷവും സമാധാനവും ഒക്കെ വീണ്ടും നിങ്ങളിൽ തന്നെ വന്നു ചേരുക തന്നെ ചെയ്യും. അതിനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഇനി മുൻപോട്ടുള്ള നാളുകളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയം തീർച്ചയായിട്ടും നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് കൂടുതൽ അടുക്കേണ്ടുന്ന ഒരു സമയമാണ്. കൂടുതലും പ്രാർത്ഥനയ്ക്കോ നിങ്ങളുടെ ഇഷ്ട ദൈവത്തോട് പ്രാർത്ഥിക്കുകയോ നിങ്ങൾ ഏത് വിശ്വാസമാണോ വിശ്വസിക്കുന്നത് ആ ഒരു രീതിയിൽ കൂടുതൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സമയമാണ്. കാരണം ഈ ഒരു സമയം നിങ്ങളുടെ ശത്രുക്കളുടെ എണ്ണം കൂടി വരാനുമുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ കാണുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില തിരിച്ചടികൾ നിങ്ങൾക്ക് വന്നു ചേരുമെന്നൊക്കെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധ്യതകളാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നിങ്ങൾ യൂണിവേഴ്സിനോട് അല്ലെങ്കിൽ ഈശ്വരനോട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും നിങ്ങൾ കൂടുതൽ അടുക്കുകയും ചെയ്യേണ്ട ഒരു സമയമാണ്. അതുപോലെ തന്നെ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ പലരിൽ നിന്നും നിങ്ങൾക്ക് പിന്തുണയും ഉപദേശവും ഒക്കെ കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ പൊതുവെ നിങ്ങൾക്ക് അങ്ങോട്ട് പോയി ആരുടെയും സഹായം ചോദിക്കുന്നതോ അല്ലെങ്കിൽ ഉപദേശം വാങ്ങുന്നതോ എന്നും നിങ്ങൾക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ നിങ്ങൾ തയ്യാറാവാത്ത ഒരു കാര്യമാണ്. എന്നാൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവര് നിങ്ങളുടെ മനസ്സറിഞ്ഞ് നിങ്ങളെ സഹായിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത്തരത്തില് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ പ്രിയപ്പെട്ടവരിൽ നിന്നും നിങ്ങൾക്ക് പിന്തുണയും ഉപദേശവും ഒക്കെ കിട്ടുന്നതാണ്. അതിലൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. കൂടാതെ പുതിയ ചില കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരാൻ അത് നിങ്ങൾക്ക് സഹായകവുമാകുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പൈല് സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് എന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്യുന്നതാണെങ്കിൽ മാത്രം നിങ്ങൾ എടുക്കുക, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടുകളയുക. ഇനി നമ്മൾക്ക് രണ്ടാമത്തെ പൈല് സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് നോക്കാം.
ഉറച്ച മനസ്സിനുടമകളാണ് നിങ്ങളെന്ന് പറയുന്നത്. അതായത് നിങ്ങളൊരു കാര്യം തീരുമാനിച്ചാൽ ആരെല്ലാം അതിൽ നിന്നും നിങ്ങളെ പിന്തിരിപ്പിക്കാൻ നോക്കിയാലും അല്ലെങ്കിൽ ശ്രമിച്ചാലും നിങ്ങൾ അവർക്ക് മുൻപിൽ വഴങ്ങാറില്ല. ആ ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എല്ലാ കാര്യങ്ങളും വളരെയധികം ഊർജ്ജസ്വലതയോടെ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കാറുണ്ട്. നിങ്ങൾക്ക് ഒരിക്കലും മടി പിടിച്ചിരിക്കാനോ അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കാൻ ഇഷ്ടമുള്ളവരല്ല നിങ്ങളെന്ന് പറയുന്നത്. നിങ്ങളിൽ കൂടുതൽ മത്സര ബുദ്ധി ഉള്ളവരാണ്. പൊതുവെ നിങ്ങളിൽ അങ്ങനെ ഒരു സ്വഭാവമാണ് ഉള്ളത്. ഇവിടെ കാണുന്നത് കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില വിഷമതകൾ നിങ്ങളെ അലട്ടുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള സ്നേഹമോ അല്ലെങ്കിൽ പരിഗണനയോ ഒന്നും തന്നെ മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് ഓർത്ത് അങ്ങനെയുള്ള ചില വിഷമതകൾ നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് പ്രവർത്തികൾ ചെയ്താലും പലപ്പോഴും നിങ്ങൾക്ക് പ്രതിഫലമായിട്ട് കിട്ടുന്നത് പലപ്പോഴും കുറ്റപ്പെടുത്തലുകളും അല്ലെങ്കിൽ ശകാരങ്ങളും ഒക്കെയാണ്. അതുപോലെ തന്നെ ചില പ്രിയപ്പെട്ടവരുടെ ആരോഗ്യ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചില ആശങ്കകളും അല്ലെങ്കിൽ ദുഃഖങ്ങളും അല്ലെങ്കിൽ ചില സമാധാന കുറവുകളും ഒക്കെ നിങ്ങൾക്ക് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മുൻപ് നിങ്ങൾക്ക് വളരെ ആഴത്തിലുള്ള ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. അത് ആ ഒരു റിലേഷനിൽ നിങ്ങൾ അറിയാത്ത അല്ലെങ്കിൽ നിങ്ങളോട് പറയാത്ത പല രഹസ്യങ്ങളും ഉണ്ടായിരുന്നു. ആരെന്ത് പറഞ്ഞാലും അത് കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു സ്വഭാവ പ്രകൃതക്കാരായിരുന്നു അന്ന് നിങ്ങളെന്ന് പറയുന്നത്. എന്നാൽ അത്തരം രഹസ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും നിങ്ങൾ ചതിക്കപ്പെട്ടു അല്ലെങ്കിൽ വഞ്ചിക്കപ്പെട്ടു എന്നും അതുപോലെ തന്നെ മറ്റുള്ളവർ അവരുടെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ മുതലെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നൊക്കെയുള്ള യാഥാർത്ഥ്യം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതൊക്കെ നിങ്ങളെ വളരെയധികം മാനസികമായിട്ട് വിഷമിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അത് നൽകിയ ചില പാഠങ്ങൾ നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ ആ പാഠങ്ങൾ പലതും നിങ്ങളെ പഠിപ്പിച്ചു, പലതും നിങ്ങളെ മനസ്സിലാക്കാൻ സഹായിച്ചു. അപ്പം അങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആകണം ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇനി ഉണ്ടായാൽ ആർക്കും ഒരു അവസരം നിങ്ങൾ നൽകില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്കുള്ളത് ഉറച്ച മനസ്സും അതുപോലെ തന്നെ എന്തും നേരിടാനുള്ള ഒരു തൻ്റെയിടവുമാണ്. അപ്പോൾ അതൊക്കെ മുൻപുണ്ടായിരുന്ന ആ ഒരു ദുരവസ്ഥയിൽ നിന്നും ആർജിച്ചെടുത്തത് തന്നെയാണ്. അപ്പോൾ കടന്നു വന്ന വഴികളെക്കുറിച്ച് ഓർത്താൽ പലപ്പോഴും നിങ്ങൾക്ക് അത്ഭുതമാണ്. അതുപോലെ തന്നെ ഇനി നിങ്ങളുടെ എന്താണ് ഫലമെന്ന് നമുക്ക് നോക്കാം. അതായത് ഈ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വിചാരിച്ച നിങ്ങളുടെ ആ ഒരു ദുഃഖം അത് തരണം ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ യുക്തിപൂർവം ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണമെന്നാണ് കാണുന്നത്. നിങ്ങളുടെ സങ്കടത്തെ ഇല്ലായ്മ ചെയ്യുവാനുള്ള പല വഴികളും നിങ്ങൾക്ക് മുൻപിൽ തുറന്നു വരുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു വഴികളെന്ന് പറയുന്നത് നിങ്ങൾ വേണ്ട രീതിയിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തും. ആ ഒരു വിഷയത്തെ നിങ്ങൾ അതിജീവിക്കും എന്നാണ് കാണുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു വിഷമം അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങൾ നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകും എന്ന് തന്നെയാണ് കാണുന്നത്. അതിനുള്ള വഴി അടുത്ത് തന്നെ നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു കിട്ടും എന്നുള്ളതാണ്. നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ പ്രത്യേക ഒരു അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ട ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഇതാണ് രണ്ടാമത്തെ പിക്ചർ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അത് ഓർത്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവരെയും സർവേശ്വരൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.